ഹലോ. മുന്നേ ഞങ്ങളുടെ മിനി വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ചിമ്മിനി ഡാമിൽ പോയതിൻ്റെ ഒരു എക്സ്പാൻഡ് ചെയ്ത വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കണ്ട ബ്യൂട്ടിഫുൾ വ്യൂസും കാര്യങ്ങളും എല്ലാം ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും പോകാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളിതിൽ ഇൻവോൾവ് ആക്കിയത്. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ നേരത്തെ ഓൾറെഡി പ്രണവ് തന്നെയാണ് ഡ്രൈവിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രണവിൻ്റെ സ്ഥലം ഓൾറെഡി തൃശ്ശൂർ ആയത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ട്രാവൽ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് ഞാൻ മുന്നേ മിനി വ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോകുന്ന ടൈമിൽ ചെറുതായിട്ട് ചാറ്റൽ മഴയും പിന്നെ ഇടയ്ക്ക് നല്ല ഹെവി ആയിട്ട് റെയിൻ ഉണ്ടായിരുന്നു, പിന്നെ നിന്നു. അങ്ങനെ എന്താ പറയേണ്ടത്, ഒരു ഇടകലർന്ന രീതിയിൽ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ബട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റാണ് ട്രാവൽ ചെയ്യുന്നതിന്. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യണത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും പോയി കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയാണോ കണ്ടത്, ഞങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അതെല്ലാം ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കൂടുതലും ചെടികളും മരങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അത് കൂടുതലും നമ്മൾ ഈ എന്താ പറയണ്ടേ, ഹിൽ ഏരിയാസിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് മോസ്റ്റ്ലി അതാണല്ലോ കാണാനും കിട്ടുന്നത്. അപ്പോൾ 2 ഡൈവേർഷൻസ് ആണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതിൽ മുകളിലോട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളത് കാരണം മഴ കാര്യം വയ്ക്കാതെ തന്നെ ഞങ്ങൾ മുകളിലോട്ട് പോയി. അത് കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വ്യൂ കിട്ടി. അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഹിൽ ഏരിയാസിലും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ മൂമെൻ്റ് ആയിരുന്നു അത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി കേട്ടോ. പക്ഷേ ആ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് വാട്ടർഫോൾ മര്യാദയ്ക്ക് കാണാൻ പറ്റണില്ലായിരുന്നു. പിന്നെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ കുറച്ച് വേറൊരു റൂട്ട് എടുത്ത് വന്നപ്പോഴത്തേക്ക് പുറത്തുനിന്ന് ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വാട്ടർഫോൾ കാണാൻ പറ്റി. അപ്പോൾ ആ വ്യൂവും നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ജസ്റ്റ് എന്താ പറയണ്ടത്, സൂം ചെയ്തിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു പോകാനുള്ള ഏതോ ഒരു വഴിയുണ്ട്, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന വഴിയിലൂടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റിയത്. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് എടുത്തു. പിന്നീടാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത് താഴോട്ടും പോകാൻ പറ്റുന്നത്. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് താഴെ ചെന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഒരു ഡൈവേർഷൻ ഉണ്ടായിരുന്നു താഴോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ വഴിയിലോട്ട് ഡൈവേർഷൻ എടുത്തിട്ട് താഴോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഈ ലൊക്കേഷനിലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത് അങ്ങനെ അധികം ആൾക്കാരില്ലായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ അതല്ലാതെ ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ മഴ ആയത് കാരണം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി, കാരണം മഴ കുറച്ചങ്ങ് കൂടി. അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ മൂമെൻ്റാണ്, ചുമ്മാ അതൊന്നും പറയുന്നില്ല കേട്ടോ. ശരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ ലൈഫിൽ നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മാറ്റി വയ്ക്കും. പക്ഷെ അത് പിന്നീട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ മാക്സിമം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഞങ്ങൾക്ക് മാക്സിമം ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു എന്താ പറയണ്ടേ പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.